അല്ലെ? അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? നിങ്ങൾ വായിച്ചത് എന്താണ്? ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ ആണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ അനേകം ആളുകളുടെ സാക്ഷ്യം നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും, അല്ലെ? നമ്മൾ എല്ലാ വർഷത്തിന്റെയും ഡിസംബർ മാസം 31 എഴുന്നേറ്റ് എന്ന് പറയും, അല്ലെ? ഒരു വർഷക്കാലം ദൈവം എന്നെ കാത്തു പരിപാലിച്ചു, ഞാൻ ഇനിയും ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. നമുക്ക് എത്ര നാള് പള്ളിയിൽ വരാൻ ആരോഗ്യ വയസ്സുണ്ടോ അത്രയും നാളൊക്കെ നമ്മൾ പറയും. അല്ലാത്ത ആളുകൾ, ചില ആളുകൾ പറയത്തില്ല. അപ്പൊ ആ സാക്ഷിയൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ തന്നെ ചിന്തിക്കണം, അല്ലെ? നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വർഷത്തെയും വ്യത്യസ്തമായ അനുഭവങ്ങൾ നിൽക്കുമ്പോൾ സാക്ഷ്യത്തിന്റെ അനുഭവത്തിന് ഒരു വ്യത്യാസം ഉണ്ടാവും, അല്ലെ? എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ എന്നെ സ്പർശിച്ച ഏറ്റവും വലിയ സാക്ഷ്യങ്ങളിൽ ഒന്നാണ് ഈ 42-ാം അധ്യായത്തിൽ യോബ് പറയുകയാണ്. എന്താണ്? ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. എന്റെ പ്രസംഗ വിഷയം ഇതാണ്. ഈ സാക്ഷ്യത്തിന്റെ പിന്നിൽ വലിയൊരു ജീവിതത്തിന്റെ അനുഭവമുണ്ട്. കേട്ടോണം, എന്താണ്? ഈ സാക്ഷ്യത്തിന്റെ പുറകിൽ വലിയ ഒരു ജീവിതത്തിന്റെ അനുഭവമുണ്ട്. ആ ജീവിതം ഇന്ന് രാത്രികാലം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് യോബ് ഈ വേദപുസ്തകത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? ഞാൻ നിന്നെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ കർത്താവേ, ഇന്ന് എനിക്ക് നിന്നെ കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? ദൈവമേ, എനിക്ക് നിന്നെ കാണേണ്ടതുപോലെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? കണ്ടോ? നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കഥ പറഞ്ഞങ്ങ് തുടങ്ങാം. ഞാൻ കഥ പ്രിപ്പയർ ചെയ്ത് വന്നതല്ല. നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ കണ്ട ഒരു കഥ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരു കാട്ടില് അത് പിടിക്കനായ ഒരു കുറുക്കനുണ്ടായിരുന്നു. ഇവന്റെ പണിയെന്ന് വെച്ചാൽ ഒരു വില്ലേജിലെ ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടെ ഒരു കർഷകന്റെ വിള മൊത്തം തിന്നു തീർക്കുകയാണ്. എന്താണ്? ആ കർഷകൻ കൃഷി ചെയ്യുന്ന വിള മൊത്തം തിന്ന് തീർക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കർഷകന് മനസ്സിലായി, ഇത് ശരിയാകുന്നില്ല, ഞാൻ കൃഷി ചെയ്യുന്നത് മൊത്തം ഈ കുറുക്കൻ എന്താണ് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്ന് ഇവന്റെ ഈ പരിപാടിയുടെ അവസാനിപ്പിക്കണം. ഇവൻ വിചാരിച്ച ഒരു കുറുക്കൊക്കെ വെച്ച് കുറുക്കനെ പിടിച്ചു. മിടുക്കനായ കുറുക്കനെ ഈ കുരുക്കിനകത്ത് ഈ കർഷകൻ പിടിച്ചു. ഇവനെ കൊന്നു വിട്ടാലും പിന്നെയുള്ള ആളുകൾ ഇവിടെ വരുമെന്ന് ഈ കർഷകനെ മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ഈ കുറുക്കന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ്? നിങ്ങൾ കുറുക്കനെ കണ്ടിട്ടില്ലേ? സൂവിലൊക്കെ ഇവിടെ അടുത്തൊരു സൂ ഉണ്ട്. സൂവിൽ പോയി നോക്കി, അവിടെ നമ്മുടെ കുറുക്കനുള്ള ടീച്ചറെ നമ്മൾ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ അവിടെ വാലുള്ള കുറുക്കന്റെ എന്താണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളത്? എന്താണ്? വാല്. ഈ കർഷകൻ ഈ കുറുക്കന്റെ വാലങ്ങ് മുറിച്ചിട്ട് ഇവനെ കാട്ടിലേക്ക് പറഞ്ഞേച്ചു. കാരണം ഇനി ഇവനിത് വരത്തില്ല. കാരണം ഇവന്റെ ഏറ്റവും വലിയ സൗന്ദര്യമായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ വാല്. നമുക്കറിയാം, വാല് നഷ്ടപ്പെട്ട കുറുക്കന് മുന്നോട്ട് പോവുകയാണ്. അവരെ കാണുന്നവരൊക്കെ അങ്ങോട്ട് കളിയാക്കാൻ തുടങ്ങി. നമ്മളെ പോലെ അല്ലെ, എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കാണാൻ അങ്ങോട്ട് കളിയാക്കാം, നിന്റെ വാല് പോയല്ലോ കളിയാക്കാനായിട്ട് തുടങ്ങി. കുറുക്കന് മനസ്സിലായി, എനിക്ക് ഈ കാട്ടില് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ആളുകൾ കളിയാക്കാൻ തുടങ്ങി. എന്താണ്? നിനക്ക് വാലില്ല. അപ്പൊ കുറുക്കൻ തീരുമാനിച്ചു, ഇങ്ങനെ പോയാൽ ശരിയല്ല. അപ്പം വീണ്ടും ഇവനെ കളിയാക്കിയപ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കുറുക്കൻ, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇവൻ തിരിച്ച് കാട്ടിലേക്ക് ചെന്നപ്പോൾ കുറുക്കന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദൈവത്തെ കണ്ടപ്പോ എന്റെ വാല് പോയി. അപ്പൊ നമ്മുടെ കൂടെ അല്ലേ, എന്നാ പിന്നെ ഞങ്ങൾക്കും ദൈവത്തെ കാണാം. അങ്ങനെ കുറുക്കന്മാരെല്ലാവരും കാട്ടിൽ നിന്ന് അപ്പം ഇവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. വില്ലേജിലൊരു ഗ്രാമത്തിലൊരു കർഷകന്റെ കൃഷിയിടമുണ്ട്. നിങ്ങൾ മുമ്പിൽ കൂടെ പോവല്ലേ, വേലി തുറന്ന പുറകിടെ പോയി അവിടുത്തെ കൃഷി മോഷ്ടിക്കണം. അപ്പോൾ നിങ്ങൾ ദൈവത്തെ കാണാം. കേട്ട വാദി കേൾക്കാത്ത വാദി നമ്മുടെ കൂട്ടം. അനുഭവമില്ലല്ലോ, ചുമ്മാ അങ്ങ് പോവല്ലേ, ദൈവത്തെ വിളിക്കണം. അന്ന് പോയാൽ അവിടെ സ്വർഗരാജ്യം കിട്ടുമല്ലോ. ഈ കുറുക്കന്മാരെല്ലാവരും വെച്ച് അങ്ങോട്ട് പിടിച്ചു. എല്ലാ കുറുക്കന്മാരും അവിടെ ചെന്നു. ഈ കർഷകൻ എല്ലാ കുറുക്കന്മാരുടെ വാല് മുറിച്ചു കിട്ടും. എല്ലാവരും തിരിച്ച് കാട്ടിലേക്ക് വന്നു. ഒരുത്തം പോലും ചോദിച്ചില്ല ദൈവത്തെ കണ്ടോ. മനസ്സിലാക്കണം എന്താണ്?
ഒരുത്തൻ പോലും ചോദിച്ചില്ല, ദൈവത്തെ കണ്ടോ. ഇതാണ് നമ്മുടെ അനുഭവം അല്ലെ? വാല് പോയ കുറുക്കന്റെ അനുഭവമാണ്. എന്താണ്? ജീവിതത്തിൽ ദൈവത്തെ കാണുവാനായിട്ട് നമ്മൾക്ക് സാധിച്ചിട്ടില്ല. ആരെന്തോ പറഞ്ഞു, ആരനുഭവത്തിൽ ഇങ്ങനെ പോകുന്നു. എന്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ട് ബർത്തോമേലായതുകൊണ്ട് ഞാൻ ബർത്തോമേലായി, ഓർത്തഡോക്സിലായതുകൊണ്ട് ഞാൻ ഓർത്തഡോക്സിലായി. അല്ല, ദൈവത്തെ കാണേണ്ടതുപോലെ കാണുവാനായിട്ട് സാധിക്കണം. ഈ സാക്ഷ്യത്തിന്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. അതിനുവേണ്ടി ആധാരമാക്കി യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിനെ കൊണ്ട് വായിക്കണേ. ഉറക്കം വായിച്ചതിനെ സഹായിക്കണം. എങ്കിൽ മാത്രമേ പ്രസംഗം സമയം പെട്ടെന്ന് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൽ 1-ാമത്തെ വാക്യം വായിച്ചോട്ടെ. ഊസ് എന്ന ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു ഇയ്യോബ്? അവന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ഊസ് എന്ന് പറയുന്ന ദേശത്ത്. അവൻ ആരായിരുന്നു? ഉറക്കെ പറയണം. നേരുള്ളവരായിരുന്നു, നിഷ്കളങ്കരായിരുന്നു. നമ്മളെ പറ്റിയാണെങ്കിൽ മനസ്സിലാലോചിച്ചോണം അല്ലെ? വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ തോന്നുന്നില്ല അല്ലേ? അല്ലേ? എന്താ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്? അവൻ നിഷ്കളങ്കരും നേരുള്ളവരും ദൈവഭക്തനുമായിരുന്നു. വളരെ ധന്യമായ ഒരു ജീവിതം നയിച്ച ഒരു മനുഷ്യനായിരുന്നു. വേദപുസ്തകം പറയുന്നത് ഈ മനുഷ്യൻ വളരെ ധന്യമായ ജീവിതം, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ വളരെ ശ്രേഷ്ഠമായ ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ്. Perfectly all right in the eyes of God. ദൈവത്തിന്റെ മുൻപാകെ ഒരു കുറ്റവും ഇവനിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. മുമ്പോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചാണ്. 2-ാമത്തെ വാക്യം. അവന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? അവന്റെ കുടുംബം എന്ന് പറയുന്നത് വളരെ സന്തുഷ്ടമായ ഒരു കുടുംബം, വളരെ അനുഗ്രഹീതമായ കുടുംബജീവിതം നയിച്ച കൊണ്ടുപോകുന്ന മനുഷ്യൻ. പോരാത്തതിനെ താഴോട്ട് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. എന്താണ്? അവൻ ഒത്തിരി സ്വത്തുക്കളും കാളകളും ആടുകളും ഒക്കെയുള്ള വളരെ ധന്യമായ സന്തുഷ്ടമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ. അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കണം. 5-ാമത്തെ വാക്യം. എന്റെ പുത്രന്മാർ പാപം ചെയ്തുകൊണ്ട് ദൈവത്തെ തിരിച്ചു പോയി കാണുമെന്ന് ഓർത്തുകൊണ്ട്, കണ്ടോ ദൈവത്തിന്റെ സന്നിധി. അപ്പൊ ഓർത്തോണം, മറ്റൊരാളുടെ പാപം ചെയ്തോ ഇല്ലയോന്നില്ല, അങ്ങനെ പോലും ദൈവത്തെ വേദനിപ്പിക്കുവാനായിട്ട് ആർക്കും ഇഷ്ടമല്ല യോബിന്. കാരണം എന്റെ മക്കൾ പാപം ചെയ്തു പോയോ എന്ന് ആർക്ക് സംശയമുണ്ട്? യോബിന്. അതൊരിക്കലും എന്താണ് സാധ്യമാകരുത്. അങ്ങനെ പോലും ഒരു ജീവിതത്തില് അനുഭവങ്ങള്, ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും തെറ്റ് ചെയ്യാത്ത വളരെ സന്തോഷ ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഒന്നാലോചിച്ച് വേണം ഈ മനുഷ്യന്റെ ജീവിതവും നമ്മുടെ ജീവിതവുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാനായിട്ട് സാധിക്കണം. 11-ാമത്തെ വാക്യം വായിച്ചാൽ. ഇങ്ങനെ യോബ് വളരെ അനുഗ്രഹീതമായ ജീവിതം, വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മതി. ഇങ്ങനെ അനുഗ്രഹീതമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവസഭ കൂടിയപ്പോൾ സാത്താൻ അവരുടെ കൂട്ടത്തിൽ ചെന്നിട്ട് പറയുകയാണ് ദൈവത്തോട്, നീ യോബിന് വേലി കെട്ടി എല്ലാം സൂക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവൻ നിന്നെ അറിയുന്നു. നീ എന്ത് ചെയ്യണം? ഇതൊന്ന് മാറ്റണം. ആണെങ്കിൽ അവൻ നിന്നെ തള്ളിപ്പറയും. ഈ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത് എന്താണ്? തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയും. സാത്താൻ ദൈവത്തോട് വന്ന് പറയുകയാണ്, നീ യോബിനെ തൊട്ട് കഴിഞ്ഞാൽ അവൻ നിന്നെ തിരിച്ചു പറയും. വേദപുസ്തകത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് സാത്താനെ പോലും പരാജയപ്പെടുത്തിയ മനുഷ്യനാണ്. ആര്? യോബ്. ഒരു മനുഷ്യനല്ലേ? ഇവിടെ സാത്താൻ പോയി ദൈവത്തെ വെല്ലുവിളിക്കുകയാണ് അല്ലേ? നീ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ, ഇവന്റെ ഈ അനുഗ്രഹങ്ങളൊക്കെ എടുത്തു മാറ്റിക്കളഞ്ഞാൽ അവൻ നിന്നെ വാസ്തവമായിട്ട് തള്ളിക്കളയും. പക്ഷെ എന്താ പറ്റി? യോബിന്റെ ദൈവവും യോബിന്റെ വിശ്വാസവും യോബിന്റെ ജീവിതം എന്താണ്? സാത്താന്റെ ദൃഷ്ടികൾക്കും മനുഷ്യന്റെ ദൃഷ്ടികൾക്കും എന്താണ്? അപ്പുറമായ ഒരു ജീവിതമാണ്.
അപ്പോൾ ഒന്നാമതായിട്ട് ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, വിശദീകരണമില്ലാതെ കഷ്ടത അനുഭവിപ്പാൻ ദൈവം നമ്മെ തെരഞ്ഞെടുക്കും. എന്താണ്? വിശദീകരണങ്ങൾ ഇല്ലാതെ കഷ്ടത അനുഭവിപ്പാൻ ദൈവം നമ്മെ തെരഞ്ഞെടുക്കും. ഈ തെരഞ്ഞെടുപ്പ് ആരെങ്കിലും വേണം കഷ്ടത അനുഭവിക്കാൻ? ഇവിടെ എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ യോബിന്റെ ജീവിതത്തിൽ? എന്തെങ്കിലും വിശദീകരണം നമുക്ക് പറയുവാനായിട്ട് സാധിച്ചോ? അല്ല, ഇവിടെ കാണുന്നതാണ്, അവൻ നേരുള്ളവനും നിഷ്കളങ്കനും ദൈവം മുൻപാകെ ഒരു കുറവുമില്ലാത്ത മനുഷ്യനായിരുന്നു. എന്നെ പ്രിയജനമേ, ഞാൻ ദൈവത്തോട് ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നീ യോബിനെ തിരഞ്ഞെടുത്തത്? എന്നൊരു വിഷയം നമ്മൾ ജീവിതത്തിലെ വേദനയുടെയും ഭാര്യങ്ങളുടെയും പ്രയാസങ്ങളുടെയും അനുഭവങ്ങളിലൂടെ പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്. എന്താണ്? ദൈവം എന്നെ ഇതിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിന് എന്നെ കുറിച്ച് വലിയ എന്തോ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് അനുസരിച്ച് ജീവിതത്തെ മാറ്റുവാനായിട്ട് സാധിക്കുവാനായിട്ട് സാധിക്കണം. പലപ്പോഴും ചില കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വിശദീകരണങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ കഷ്ടത, യോബിന്റെ കഷ്ടതയെ പറ്റി അതിന് 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്ന് ആളുകളെ കൂട്ടുകയും പെൺകുട്ടികൾ അരികെ മേൽക്കൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് വന്ന് അവയെ പിടിച്ചു കൊണ്ടുപോവുകയും വേലക്കാരെ വാളിന്റെ വായ്പയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. ഇങ്ങനെ വീഞ്ഞു കുടിച്ച് ആഹാരം കഴിച്ച് ജ്യേഷ്ഠന്റെ വീട്ടിൽ ഇരുന്നപ്പോൾ ഷെബയാർ ആളുകൾ വന്ന് ഇവരെ കൊന്നുകളഞ്ഞു. സ്വന്തം മക്കളെ കൊന്നുകളഞ്ഞു. തുടർന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്, ആകാശത്തിൽ തീയിറങ്ങി എല്ലാം നശിപ്പിച്ചു. 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതാലോചിച്ചോണം, ജീവിതത്തിൽ നേരോടെയും നിഷ്കളങ്കതയോടെയും സത്യസന്ധതയോടെയും നടന്ന മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? എല്ലാം നഷ്ടപ്പെട്ടു. അവന്റെ ഉണ്ടായിരുന്ന മക്കളും സമ്പത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടു. അതിന്റെ മധ്യത്തിൽ അവൻ വിളിച്ചു പറഞ്ഞ സാക്ഷ്യം എന്താണ്? നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി ഞാൻ മടങ്ങിപ്പോകും. യഹോവ തന്നു. ഇത് വായിക്കുമ്പോൾ പലപ്പോഴും എന്നെ കൊണ്ട് വരുന്ന കാര്യമുണ്ട്. ഇങ്ങനെ ഒരു പ്രയാസമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾക്കിത് പറയുവാനായിട്ട് സാധിക്കുമോ? നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇല്ല, അല്ലേ? ഇത് വലിയ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകണം. എന്തുകൊണ്ടാണ് യോബ് ഇങ്ങനെ പറയുവാനായിട്ട് സാധിച്ചെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് യോബിന്റെ ഈ പ്രതികരണത്തിന്റെ കാരണം എന്ന് പറയുന്നത്, ആഴമേറിയ വിശ്വാസം ആർക്കുണ്ടായിരുന്നു? യോബിനുണ്ടായിരുന്നു. ഇവിടെ പറയുന്നതാണ്, അവൻ നേരുള്ളവനും നിഷ്കളങ്കനും ആയിരുന്നു. അത് മാത്രമല്ല, എന്റെ കുഞ്ഞുങ്ങൾ പാപം ചെയ്യരുതല്ലേ എന്ന് ഞാൻ മനസ്സിലോർത്ത് അവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാം. ദൈവത്തോട് വളരെ കൂറ് പുലർത്തിയ ഒരു മനുഷ്യനായിരുന്നാല് യോബ്. ജീവിതത്തിൽ ആഴമേറിയ വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ നമ്മൾക്കുണ്ടെങ്കിലേ നമ്മൾക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതാണ്, ഏത് അനുഭവങ്ങളും ദൈവം എന്നെ നടന്നു നമുക്ക് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആഴം എന്താണ്? ഈ ആഴം എന്ന് പറഞ്ഞാല്, ഞങ്ങൾ പമ്പയാറിന്റെ അടുത്ത് താമസിക്കുന്നവർക്കറിയാം. അങ്ങോട്ട് നീന്തറിയാത്ത വല്ലതും പോകണം, അവിടെ നീ അങ്ങോട്ട് പോകല്, അവിടെ ആഴമുണ്ട്, നീ മുങ്ങിപ്പോകും. കാരണം നിനക്ക് നീന്തറിയാതെ അവിടെ പോയി ചാടാനായിട്ട് സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വിശ്വാസത്തിന്റെ ആഴം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ആഴമേറിയ വിശ്വാസം നമ്മൾക്കുണ്ടാകുവാനായിട്ട് സാധിക്കും. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് വിശ്വാസത്തിന്റെ അനുഭവമാണ് നമ്മൾക്കുള്ളത്? കൺവെൻഷൻ വെച്ച ആളില്ല, പാടാൻ പറഞ്ഞാൽ ആളില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആളില്ല. തലമുറകളിലേക്ക് നമുക്ക് പകരുവാനായിട്ട് വിശ്വാസത്തിന്റെ എന്തെങ്കിലും അനുഭവങ്ങൾ നമ്മൾക്കുണ്ടോ? ഉണ്ടോ? ഞാൻ പഠിപ്പിച്ച, എന്നെ പഠിപ്പിച്ച എന്റെ സഭയുടെ പാരമ്പര്യങ്ങളും ഈ ദൈവവചനവും നമ്മളുടെ തലമുറകളിലേക്ക് പകരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? വിശ്വാസമൊന്നും ഇല്ല എന്ന് ചുമ്മാ എന്തിനു വേണ്ടി നമ്മൾ ചില കാര്യങ്ങളൊക്കെ
കാണിച്ചു കിട്ടുകയാണ്. കൂടത്തായി ജോലിയെ പറ്റി ഞാൻ പ്രസംഗിക്കുന്നില്ല. നിങ്ങൾ വായിച്ചില്ല, എല്ലാ ദിവസങ്ങളിലും ഉദ്യോഗം കേൾക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ടാണ് പ്രസംഗിച്ചു പോയത്. സങ്കടം തോന്നിപ്പോയി. ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരാനും വലിയ ദൂരമൊന്നുമില്ല. വിശ്വാസമില്ലെന്ന്, ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഇത് നമ്മുടെ തലമുറകളൊക്കെ നഷ്ടങ്ങളുടെ വലിയ കുഴിയിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ സൺഡേ സ്കൂളിൽ വിടത്തില്ല, വായസംഘത്തിൽ വിടത്തില്ല. പിന്നെ എങ്ങനെയാ ദൈവത്തെ അറിയാൻ പറ്റുന്നത്? എപ്പോഴാണ് ദൈവത്തെ അറിയാൻ പറ്റുന്നത്? നിങ്ങൾ വിചാരിക്കും കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന്. വേറെ ജീവിതത്തിലൊക്കെ അത് തലച്ചോറിനത് കയറും. അത് പ്രവർത്തിക്കേണ്ട സമയത്ത് അത് പ്രവർത്തിച്ചോളൂ. അവർ ബുദ്ധിക്കനുസരിച്ച് ദൈവം അവനെ വ്യാഖ്യാനിച്ചോളൂ. എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് അച്ഛന്മാരുടെ വന്നിട്ട് പറയാം, അച്ഛാ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഒരു കല്യാണം വേണ്ടെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയാണ്. അച്ഛൻ എന്തെങ്കിലും അച്ഛൻ്റെ രാജ്യത്തിൽ വടിയോ ഒന്നുമില്ല, പ്രാർത്ഥിപ്പെട്ട ദിവസം കൊണ്ടൊന്നും നേരെ. ആഴമേറിയ വിശ്വാസത്തിന് അനുഭവങ്ങൾ പകരുവാനായിട്ട് സാധിക്കണം. നമ്മൾ എടുത്ത വേദപുസ്തകം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കണം. ഏതെല്ലാം പ്രയാസങ്ങൾ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പറയുവാനായിട്ട് സാധിക്കണം, മകനെ മകളെ നമ്മുടെ ജീവിതത്തിന്റെ പഴയകാല അനുഭവങ്ങൾ കുഞ്ഞുങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കണം. യോബിന് ആഴമേറിയ വിശ്വാസമുണ്ടായിരുന്നു. CSIയിലെ മഹാനായ ഒരു അച്ഛനായിരുന്നു CJ ആൻഡ്രൂസ്. അച്ഛന് വലിയ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം മൊത്തം തളർന്നു പോയി. നമുക്കറിയാം, ഇത്രയും നാളും ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ശുശ്രൂഷ ചെയ്ത ദാസന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടമൊക്കെ ആയപ്പോൾ എന്തോ പറ്റി? പാരലൈസ് ആയിപ്പോയി ശരീരത്തിന്റെ ഒരു ഭാഗം. അദ്ദേഹത്തെ നോക്കി എല്ലാവരും ഇങ്ങനെ ചോദിച്ചാണ്, ഇത്ര നാൾ അച്ഛനൊക്കെ ആയിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നമ്മളെ പോലെ അല്ലല്ലേ, നമുക്ക് ഉത്തരം ചോദിക്കാൻ നമ്മളൊക്കെ വലിയ എടുക്കാനില്ല. അദ്ദേഹത്തിന്റെ മറുപടി ഒരു പാട്ടിലൂടെയാണ് ഈ അനുഭവത്തെ അദ്ദേഹം കുറിച്ചത്. അപ്പൊ അടിക്കുകയാണ്, യേശു എന്നാടിസ്ഥാനം യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത. ദുഃഖം ദാരിദ്ര്യമെന്നീ വയ്ക്കുന്ന ശക്തിയെന്നേ കൈറ്റു പിടിച്ചോളാട തീക്കൊണ്ടു പോകുന്നവേ. ഓർക്കണം, ദുഃഖം ദാരിദ്ര്യം എന്നിട്ടുള്ള ശക്തി എന്നാണ്. എന്റെ പ്രിയന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് അനുഭവങ്ങളിലും എന്നെ നടത്തുവാനായിട്ട് ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. ആഴമേറിയ വിശ്വാസം ആർക്കുണ്ടായിരുന്നു? യോബിനുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ഈ സാക്ഷ്യം പറയുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്ന എന്താണ്? യഹോവ തന്നു, യഹോവ. രണ്ടാമതായിട്ട് ആ ഭാഗം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് എല്ലാത്തിന്റെയും ഉടയവൻ ആരാണ്? ദൈവമാണ്. അല്ലെ? എല്ലാത്തിന്റെയും ഉടയവൻ ആരാണ്? ദൈവമാണ്. അല്ലെ? എത്ര മനോഹരമായിട്ടാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കൂ. നമ്മളെ ചില ആളുകളൊക്കെ പറയും, അച്ഛാ നിങ്ങൾ റിട്ടയർ ഒക്കെ ആയി, ഞാൻ എത്ര നാളും കൊണ്ട് ഇതൊക്കെ നേടി, ഇനി ഇതൊക്കെ എനിക്കിങ്ങോട്ട് നമ്മൾ എന്തോ നേടിയെന്ന് പറയുന്നത്. അല്ലേ? നമ്മൾ എന്തോ നേടിയെന്നായി പറയുന്നത്. ദൈവം ഒന്ന് തിരിച്ചു വിളിച്ചാൽ പോകുന്നതേ ഉള്ളൂ അല്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങളുടെ സെമിനാരിയിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ അധ്യാപകർ എപ്പോഴും എന്നെ വലിയ കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. സാറ് ഒരു ബാംഗ്ലൂരിൽ സെറ്റിൽഡായ സാറാണ്. സാറ് ഞങ്ങൾ ഗുരുവിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവസാനം ഇങ്ങനെ ഞങ്ങൾ കോളേജിൽ നിന്ന് പോകുമ്പോൾ സാർ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. മാത്യു, ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, യു ആർ എ സോയിൽ, നീ ഒരു മണ്ണാണ്. ഇതായിരിക്കണം നിന്റെ ശുശ്രൂഷയിൽ എപ്പോഴും നിന്റെ മനസ്സിൽ നീ കാത്തു സൂക്ഷിക്കേണ്ടത്. എന്താണ്? നീ ഒരു മണ്ണാണ്. കേൾക്കുന്ന പ്രേക്ഷകരെ അനുഭവം നമ്മൾക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കണം. എന്താണ്? ദൈവമാണ് എല്ലാത്തിന്റെയും ഉടയവൻ. എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളും എന്റെ കുഞ്ഞുങ്ങളും എന്റെ മാതാപിതാക്കളും എനിക്ക് തന്ന സകലത്തിന്റെ ഉടയവൻ ആരാണ്? ദൈവമാണ്. ആ ബോധം നമ്മൾക്ക് ഉണ്ടാകുവാനായിട്ട് സാധിക്കണം. അങ്ങനെ നമുക്ക് ദൈവത്തിന്റെ ഏൽപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ എന്താണ്? ജീവിതത്തില് പ്രയാസങ്ങളെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മൾ തെറ്റും വീണ്ടും പോലെ കാണുവാനായിട്ട് സാധിക്കും. ഈ ഭാഗത്ത് തന്നെ വീണ്ടും മൂന്നാമതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ്?
യോബിന് കഷ്ടതയിലും പാടുവാനായിട്ട് സാധിച്ചു. എന്താണ്? യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുവാനായിട്ട്. ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടായിട്ടും യോബ് പറയുകയാണ്, എന്ത്? യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുവാനായിട്ട്. കേൾക്കുന്ന പ്രിയജനമേ, പറയാനായിട്ട് സാധിക്കും അല്ലേ? നമുക്ക് പറ്റുമോ? അപ്പൊ ചെറിയൊരു അസ്വസ്ഥത വന്നാൽ മതി അല്ലേ? കഷ്ടമാണ് ദൈവം നമ്മളോട് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ചെറിയൊരു ഡിസ്ട്രാക്ഷൻ മതി അല്ലേ? അന്നത്തെ കാര്യത്തിൽ എല്ലാ പ്രയാസങ്ങളും നമ്മൾ പോകാനായിട്ട് സാധിച്ചു. ഇങ്ങനല്ലേ പാട്ടുകാരൻ പാടുന്നത്? യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കേൾക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കട്ടെ കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയാലുള്ള നാഥനെ മനസ്സിലായല്ലേ? കഷ്ടതയിലും പാടുവാനും നഷ്ടമതിൽ കൊണ്ടാകുവാനും എന്താണ് ഞങ്ങളെ ഉറപ്പിക്കുന്നത്? ആരാണ്? ദൈവമാണ്. കാരണം സ്വന്തമാണ്. ആരാണ് നമ്മളെ ഉറപ്പിക്കുന്നത്? ദൈവമാണ്. ആ അനുഭവം നമ്മൾക്ക് ഉണ്ടാകുവാനായിട്ട്. ഇപ്പോൾ യോബിന്റെ പേഴ്സണാലിറ്റി കണ്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഇനി യോബിന്റെ ഈ സാക്ഷ്യത്തിന്റെ പിന്നിലുള്ള ചരിത്രം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, കഷ്ടപ്പാടുകൾക്കിടയിൽ വിശ്വാസം തിരഞ്ഞെടുത്തത് കൊണ്ട് വേദന ഇല്ലാതെ ആകുന്നതല്ല. ശ്രദ്ധിച്ചോണം, എന്താണ്? കഷ്ടപ്പാടുകൾ ഇല്ലാതെ ആകുന്നില്ല. Choosing faith in the midst of suffering will not eliminate pain. മനസ്സിലാക്കണം, എന്താണ്? ഇവിടെ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ യോബ് എടുത്ത തീരുമാനം എന്താണ്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾക്കുന്ന പ്രിയജനമേ, ഈ വിശ്വാസത്തിന്റെ അനുഭവത്തിൽ നിന്നതുകൊണ്ട് യോബിന്റെ വേദനയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടായോ? ഇത്രയും പറഞ്ഞതിന് ശേഷം അതിന്റെ 10 മുതലുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ വായിച്ചാണ്. അതിന്റെ 2-ാം അധ്യായം 1 മുതൽ 10 വരെ വായിച്ചാണ്. മനസ്സിലാക്കിയാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടായിട്ടും സാത്താൻ യോബിനെ വിട്ടോ ഇല്ല. ഇനിയും പറയുകയാണ്, ഇത്രയും നാളും അവന്റെ നഷ്ടങ്ങളൊക്കെ അവന്റെ ബന്ധത്തിലുള്ളവർക്കൊക്കെ ആയിരുന്നു. ഇനി എന്ത് ചെയ്യണം? അവന്റെ ശരീരത്തെ ഒന്ന് നീ തൊടണം. അതിന്റെ വലിയ പ്രയാസം എന്താണ് അവിടെ കാണുവാനായിട്ട്? 8-ാമത്തെ വാക്യം വായിച്ചാട്ട്. കേട്ട് ഒന്നാലോചിച്ചോ, നിങ്ങൾ മനസ്സിൽ തന്നെ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം.
ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. നമുക്ക് നല്ലൊരു ചൊറിച്ചിൽ വന്നാൽ തന്നെ നമുക്ക് ഇറിറ്റേഷൻ, അല്ല നമ്മൾ വേറെ ആരെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അങ്ങനെയുള്ള മനുഷ്യനാണ് നമ്മൾ. ആലോചിച്ചു വേണം, ഈ വിശ്വാസം തെരഞ്ഞെടുത്തത് കൊണ്ട് പോലും വേദനയ്ക്ക് മാറ്റം വന്നില്ല. യോബിന്റെ ജീവിതം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ? എന്താ വേദന കൂടുകയാണ് ജീവിതത്തിൽ. 10-ാമത് വാക്യം വായിച്ചാട്ട് അവന്റെ ഭാര്യ പറയുന്നുണ്ട്, നീ നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നത് പോലെ തിന്മയും കൈക്കൊള്ളുന്നു. കേൾക്കുന്ന പ്രിയജനമേ, വിശ്വാസ ജീവിതത്തില് കഷ്ടപ്പാടുകൾക്കിടയിൽ വിശ്വാസം തെരഞ്ഞെടുത്തത് കൊണ്ട് വേദനയ്ക്ക് കുറവ് വരത്തില്ലെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പറഞ്ഞോണം, ഇത് വേദന അനുഭവങ്ങളുടെ നടന്നു ആരെങ്കിലും ഉണ്ടായിരുന്നു, അതേത് അനുഭവങ്ങളായിരുന്നാലും ദൈവത്തിന് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അല്ലെ? നമ്മൾ ഈ സുറിയാനി ക്രിസ്ത്യാനി പാരമ്പര്യമൊക്കെ പറയുന്നത് അല്ലെ? നല്ല കാര്യം. സുറിയാനി പാരമ്പര്യമുള്ളവരുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങടത്തുനിന്ന് വന്ന് ഇങ്ങടത്തുനിന്നൊക്കെ വന്ന ആളുകളാണ്. എന്തായിക്കോട്ടെ, അത് നമുക്കറിയത്തില്ല, പക്ഷെ എഴുതി വെച്ചെങ്കിൽ അങ്ങനെയൊക്കെയാണ്. എന്നാൽ വിശ്വാസത്തിന്റെ പാരമ്പര്യം പറയുന്ന നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? ഈ ക്രിസ്തുവിനെ വിളിച്ചതുകൊണ്ട് എന്തെങ്കിലും കഷ്ടം നിങ്ങളുടെ ജീവിതം ഉണ്ടായിരുന്നു? അല്ല, എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ നമ്മൾ വിളിക്കുന്നത് ദൈവത്തെ തന്നെയാണോ? നമ്മൾ തന്നെ ചോദിക്കുവാനായിട്ട് സാധിക്കും. ജിം എലിയോട്ട് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു സുവിശേഷകനുണ്ട്. അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള 5 ആളുകളും ചേർന്ന് ഇക്വഡോറിലെ മനുഷ്യനെ തിന്നുന്ന ഒരു ദ്വീപുണ്ട്. അത് കുറിയാനി ട്രൈബ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടുത്തെ ആളുകൾ ചെന്നാൽ ഒരു ഗുണമുണ്ട്, ഈ ആളുകളെ പിടിച്ച് ഭക്ഷിച്ചു കളയും. ഇക്വഡോറിൽ പറയുന്ന ഈ ട്രൈബിലെ ആളുകൾ. എന്നാൽ 1950 ഇദ്ദേഹവും 5 ആളുകളും ചേർന്നുകൊണ്ട് അവിടേക്ക് സുവിശേഷം അറിയിക്കുവാനായിട്ട് പോയി. എല്ലാവരും മരിച്ചു. 5 ആളുകളും ഇദ്ദേഹവും ഒക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അവിടെ എന്താണ് ക്രിസ്തുവിനെ ഈ ട്രൈബിലുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അപ്പൊ മനസ്സിലാക്കണം, യേശുവിനെ അറിയിക്കുവാനായിട്ട് പോയവന്റെ അവസ്ഥ ഇതാണ്. നമ്മളൊക്കെ എവിടെ ഇരിക്കുന്നത്? പള്ളി വരാൻ പറഞ്ഞാൽ പോലും അച്ഛാൻ ഞങ്ങൾക്ക് സമയമില്ല അല്ലേ? നമുക്ക് സമയമില്ല അല്ലേ? ഇതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം താങ്കൂര് പോകണം, ഇവിടുന്ന് അങ്ങോട്ട് പോകണം, വലിയ പ്രയാസമാണ്. നാട്ടിലാണെങ്കിൽ ബസ്സുകാരൻ അല്ലേ? ഇതാണോ ദൈവം നമ്മെ വിളിച്ച് ആക്കിയിരിക്കുന്നത്? ഇവിടെയല്ലേ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നമ്മൾക്ക് ഉണ്ടാകേണ്ടത്? ജിമ്മിലോട്ട് നമ്മളോട് പറയുകയാണ്, നമ്മളെന്താ കൊടുത്തത് ദൈവത്തിന്? എന്തെങ്കിലും കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? കൂടിപ്പോയ കുറച്ച് സ്വപ്രാഴ്ച വരും, അത് പേര് വന്നില്ലെങ്കിൽ അതിന് പ്രയാസമാവും. വിശ്വാസത്തിന്റെ അനുഭവത്തിൽ കഷ്ടതയിൽ നിൽക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഇത് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്, കഷ്ടതകളിൽ വിശ്വാസത്തെ തിരഞ്ഞെടുത്തത് കൊണ്ട് ചോദ്യങ്ങൾക്ക് തടസ്സമില്ല. Choosing faith in the midst of suffering will not stop the questions. നിങ്ങൾ ജീവിതത്തിൽ കഷ്ടതകളുടെ അനുഭവങ്ങളിൽ വിശ്വാസത്തിൽ നിന്നതുകൊണ്ട് ചോദ്യങ്ങൾക്കൊരിക്കലും കുറവ് ഉണ്ടാകില്ല. യോബിന്റെ ജീവിതം ബാക്കിയുള്ള അധ്യായങ്ങൾ 42 മുതൽ ദൈവത്തെ പ്രതിപാദിക്കുന്നതിന് മുമ്പായിട്ടുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ യോബിന്റെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സ്വന്തം ഭാര്യ യോബിനോട് ചോദിച്ചു, കണ്ടല്ലേ, നീ എന്തായി പറയുന്നത്? നിനക്ക് ഈ ദൈവത്തെ തിരിച്ചു പറഞ്ഞ് വേറെ വല്ല? നിങ്ങൾ ആലോചിച്ചേ, ഇത്രയും പേരെ പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് വളരെ പ്രയാസത്തിന്റെ വിശ്വാസത്തിന്റെ അനുഭവത്തിൽ നിന്നതുകൊണ്ട് ചോദ്യങ്ങൾക്ക് കുറവുകൾ ഉണ്ടായിട്ടില്ല. ഇതിനുശേഷം ചില സ്നേഹിതന്മാർ യോബിനെ കാണുവാനായിട്ട് കടന്നു വരുന്നുണ്ട്. അതിന് 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, എന്നോട് സംസാരിക്കുവാൻ എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും? നീ പലരെ ഉപദേശിച്ച് വളർന്ന കൈകളെ ശക്തീകരിച്ചിരുന്നു. വീഴുന്നവരെ നിന്റെ വാക്ക് താങ്ങി ഉയരുന്ന മുഴുവൻ നീ ഓർപ്പിച്ചിരുന്നു. ഇപ്പോൾ നിനക്ക് അടിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്ക് തട്ടിയിട്ട് നീ ക്ഷമിച്ചു പോകുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ല.
പറഞ്ഞില്ലയോ, നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലോ. ഒരുപാട് ആളുകൾ വന്ന് ഇവനോട് വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാനായിട്ട് സാധിച്ചു. യോബും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും അല്ലെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ ചോദിച്ചാണ് അല്ലെ, നമ്മൾ ചോദിക്കും ഇതെന്തൊക്കെ എനിക്കൊണ്ട് ഇതൊക്കെ സംഭവിച്ചത് അല്ലെ. അതിനൊന്നും ഉത്തരവൊന്നുമില്ല അല്ലെ. ദൈവമാണ് എല്ലാത്തിന്റെയും ഒഴിവെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എനിക്ക് ആ വേദപുസ്തകത്തിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് പൗലോസ്. എത്ര അടുത്ത് പോയി അടി കഴിച്ച മനുഷ്യനല്ലേ. ഞാൻ അമ്മ പരിപാടി ഇപ്പണി എന്നെ കൂടെ എന്നെ പോകുന്നിടത്തെല്ലാം അടി കഴിക്കുക, കല്ലേറ് കൊള്ളുക, ആടി കൊള്ളുക. ഞങ്ങളെ തിരുമേനി പരിപാടി നോക്കി എന്നെ കൊണ്ടിരുന്നു പിന്നെ ചുമ്മാ അടി മേടിക്കുക, ബാക്കിയുള്ളവരൊക്കെ നല്ല സ്ഥലത്ത് ഇരിക്കുക. പൗലോസ് എല്ലാ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ എന്തോ ശൂലം എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. അതിൽ പല വ്യാഖ്യാനങ്ങളുണ്ട്. 3 വട്ടം ദൈവത്തോട് പറഞ്ഞല്ലേ എന്നെ ഇതൊന്ന് മാറ്റി. പക്ഷെ പൗലോസിന് ദൈവം കൊടുത്ത മറുപടി എന്താണ്? എന്റെ കൃപ നിനക്ക്. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഇതിനു വേണ്ടി ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ കർത്താവെ ഇതൊക്കെ മാറ്റി തന്നേക്കണം. അപ്പൊ ആലോചിക്കണം, പൗലോസിന്റെ എന്തെങ്കിലും ഒരു ഗുണം നമുക്കുണ്ടോ? അത്രയും നന്മ ചെയ്ത പൗലോസിന് പോലും ക്രിസ്തു ദൈവം സൗഖ്യം കൊടുത്തില്ല. കിട്ടിയിട്ടുണ്ടെ മേടിക്കണം, അത് ദൈവത്തിന്റെ ദാനം. കിട്ടിയില്ലെങ്കിൽ എന്താണ്? ദൈവമേ ആ കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം അല്ലെ. അവർ സങ്കീർത്തനക്കാരൻ 119:7 പറയുന്നുണ്ട്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഏറെ ആ വലിയ അനുഭവം നമുക്കുണ്ടാകുവാനായിട്ട് സാധിക്കണം അല്ലെ. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും ചോദിക്കുമ്പോൾ അല്ലെ, നമ്മളെ ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് കർത്താവ് എനിക്കിത് എന്തുകൊണ്ട് സംഭവിച്ചു അല്ലെ. അതിനപ്പുറമായിട്ട് എന്താണ്? ദൈവത്തിന്റെ കൃപയ്ക്ക് അനുസരിച്ച് ജീവിതങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കണം. പൗലോസിനോട് പറയുന്നത് മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്റെ കൃപ. ആ കൃപയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞങ്ങൾ അവിടെ വെള്ളം മുങ്ങിയത്. ഈ പമ്പയാർ കണ്ടെങ്കിൽ അതിന്റെ ഒഴുക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഞങ്ങളുടെ വീടൊക്കെ മുങ്ങി, ഞങ്ങളുടെ വീട്ടുകാരും എല്ലാം പോയി വീട്ടിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് വലിയ വിടുതലൊക്കെ നമുക്ക് ലഭിച്ചതാണ്. വൈകോണം അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോയ ഒരുത്തന്റെയും ബോട്ട് മുങ്ങിയില്ല. എന്റെ വീട്ടുകാർ കയറിയ ബോട്ട്. അതാണ് ഏറ്റവും വലിയ രസം. അതിനകത്ത് 2.5 വയസ്സുള്ള കൊച്ചുമാണ്. നിങ്ങൾ ഇത് പറയുന്ന തമാശയായിട്ടൊക്കെ തോന്നും. നിങ്ങൾ ഈ പമ്പ കഴിക്കാനോട് ചോദിച്ചാൽ അവരോട് ഇങ്ങോട്ട് വരുമ്പോൾ CSA പള്ളിയുണ്ട്, അവർ ഭയങ്കര ഒഴുക്കാം. നിങ്ങൾ വിചാരിക്കുന്ന ഒഴുക്കുന്നില്ല. ഇങ്ങനെ വന്നാൽ അവിടെ നിൽക്കാനൊന്നും പറ്റില്ല. ചെറിയ വെള്ളത്തിൽ പോലും നമുക്ക് അവിടെ നിൽക്കാൻ എടുത്ത് മറിച്ച് കളയും നമ്മളെ. കാരണം ഇത് കഴുത്തറ്റത്തിന് മേളിലാണ് വെള്ളം. ഈ പള്ളിയുടെ മുമ്പിൽ അപ്പുറത്തെ ഇപ്പുറത്തും എന്താണ്? 2 കുഴിയാണ്. ഈ ബോട്ട് അവിടെ ചെന്ന് മറിഞ്ഞു. എന്റെ ചേച്ചിയുടെ കുഞ്ഞും 2.5 വയസ്സുള്ള കുഞ്ഞും അതിനകത്തുണ്ട്. അത് എങ്ങനെ മുങ്ങി വന്നതൊന്നും എനിക്കറിയത്തില്ല. അന്ന് രാത്രി ഞാൻ ദൈവത്തോട് ചോദിച്ചു, എടാ ഇത് രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതും പോരാ, ഇവിടെ കൊണ്ടുവന്ന് മറിച്ചിടേണ്ട എല്ലാം അവരുണ്ട്. അപ്പോൾ എനിക്ക് തന്ന മറുപടി ഇതാണ്, ബോട്ട് മറിഞ്ഞാലും നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവമുണ്ട്. അത് നീ മനസ്സിലാക്കണം. മനസ്സിലായിക്കോണം. എന്താണ്? ആ കഷ്ടതയുടെ നടുവിൽ നിന്നാലും നിന്നെ വിടുവിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. 2.5 വയസ്സുള്ള കുഞ്ഞിന് നീന്ത് അറിയത്തില്ല, അത് 100% നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ മംഗലം വന്ന കണ്ടാലേ അറിയത്തുള്ളൂ. പമ്പയാറിന്റെ ഒഴുക്കും അതിന്റെ സൗന്ദര്യമൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ ആദ്യം ഒന്ന് കുളിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകും. അനുഭവിച്ചാൽ അതിന്റെ രുചി അറിയത്തുള്ളൂ. ബാക്കി പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട അനുഭവങ്ങൾ നമ്മൾക്കുണ്ടായിട്ട് ഇതെന്തുകൊണ്ട് സംഭവിച്ചു? അതിലേക്ക് മധ്യത്തിൽ യോബ് പറയുന്നത് എന്താണ്? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുന്നതാണ്. വായിക്കുന്നുണ്ട്. താങ്ക്സ്. മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞതേ, ഞാൻ കണ്ടതയിൽ ആയിരുന്നു എനിക്ക് ഗുണമായി. എന്താണ്? നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ എന്നെ കേൾക്കുന്ന വീക്ഷണം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം അല്ലേ. വേദനയുടെ പ്രയാസങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിടിച്ചു വലിച്ചേക്കും അല്ലേ. എന്തിനു ദൈവത്തിന് മുന്നേ യോബിനാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. ആ ചോദ്യത്തിന്റെ ഒക്കെ മധ്യത്തിൽ എന്താണ്? ദൈവം യോബിനെ ആരാക്കി? ഈ ചോദ്യമാണ് ദൈവം യോബിനെ ആരാക്കുവാനായിട്ട് സാധിച്ചു. നമ്മൾ വായിച്ചു കേട്ട വാക്യം എന്താണ്? 42:5 പറഞ്ഞാട്ട് ഈ സാക്ഷ്യത്തിന്റെ പിന്നിലെ ചോദ്യം ഇതായിരുന്നു. എന്തായിരുന്നു? ഞാൻ എന്റെ കണ്ണാൽ നിന്നെ
നിങ്ങൾ ആലോചിച്ചോളൂ, യോബ് ആരായിരുന്നു? വചനം പറയുന്നത് നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, അതായിരുന്നു ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും ക്വാളിറ്റിയോട് ജീവിച്ചിട്ടും അവന് ദൈവത്തെ പറ്റി കേൾക്കുവാനേ ഓർക്കണം കേട്ടോ. ഇത്രയും നല്ല ജീവിതത്തിന് അനുഭവം ഉണ്ടായിട്ടും അവന് ദൈവത്തെ പറ്റി കേൾക്കുവാൻ മാത്രമേ സാധിച്ചു. എന്നാൽ ദൈവത്തെ കാണേണ്ടത് എപ്പോഴാണ് വന്നത്? ജീവിതത്തിൽ കഷ്ടതകൾ വന്നപ്പോഴാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇന്ന് ആരെങ്കിലും ഇവിടെ വേദനയുടെ, ഭാരങ്ങളുടെയും പ്രയാസത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തെ കാണുവാനായിട്ടുള്ള സമയമായിട്ട് ഇതിനെ നിങ്ങൾ കണ്ടെത്തിക്കണം. എന്തോ ഒരു സാക്ഷ്യമാണല്ലേ, എന്റെ കണ്ണാൽ ഞാൻ ദൈവത്തെ കാണുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കഷ്ടതകൾക്ക് അപ്പുറത്തേക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കണം. ഇതിനപ്പുറമായി എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള വലിയ ബോധത്തിന്റെ ഉടമകളായി തീരുവാനായിട്ട് സാധിക്കണം. എനിക്ക് എപ്പോഴും സങ്കടം തോന്നും, നമ്മുടെ തലമുറകളൊക്കെ, കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തെ അറിയുന്നവരായിട്ട് തീരുവാനായിട്ട് സാധിക്കണം. ഈ ദൈവത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരുവാനായിട്ട് സാധിക്കണം. നാളെ എന്റെ നിന്റെ ഓരോരുത്തരും സഭ ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഈ കുഞ്ഞുങ്ങള് ദൈവത്തെ അറിയണം. എനിക്ക് തോന്നുന്നത് എന്റെ മാതാപിതാക്കന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി എന്നെ ഒരുക്കിയത് കൊണ്ട് ഞാനിന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു. എനിക്ക് പറയാൻ പറ്റത്തില്ല എന്റെ തലമുറ ദൈവത്തെ അറിയുന്നു. മനസ്സിലാക്കണം. വലിയ ചോദ്യം, നിങ്ങൾക്ക് ദൈവം ദാനമായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ നൽകി തരുമ്പോൾ നിങ്ങൾ അനുഭവിച്ച് അറിഞ്ഞ് രുചിച്ചറിഞ്ഞ ദൈവത്തെ പകരുവാനായിട്ട് സാധിക്കണം. അവർക്കെല്ലാം നിങ്ങൾ കൊടുത്തോണം. പുസ്തകം, പോപ്ലാനും, ഓർമ്മിച്ചും എല്ലാം കൊടുത്തോണം. ഏതൊക്കെ കോച്ചിങ് കൊടുക്കുക അതെല്ലാം കൊടുത്തോണം. എന്നാൽ ദൈവത്തെ കൊടുക്കാതെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന അനേകം മാതാപിതാക്കന്മാരെ എനിക്ക് പേഴ്സണലി അറിയാം. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ദൈവത്തെ നൽകുവാനായിട്ട് സാധിക്കണം. യോബ് പറയുകയാണ് അല്ലെ, ഞാൻ എന്റെ സൃഷ്ടാവിനെ കേട്ടത് മാത്രമേ. എന്തോ ഒരു മനോഹരമായ സാക്ഷ്യമാണ്. ഈ കഷ്ടത എനിക്ക് വന്നതുകൊണ്ട്, ഈ ഭാരം എനിക്ക് വന്നതുകൊണ്ട് എന്ത് പറ്റി? ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. ആ ദൈവത്തെ കാണുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. എന്തുകൊണ്ട്? ഇങ്ങനെ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിന്റെ 41-12 വാക്യങ്ങൾ നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വൈശാഖാരിയുടെ 42 ഇങ്ങനെ യഹോവ യോബിന്റെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അവന്റെ പിൽക്കാലത്തെ മുൻകാലത്തേക്കാൾ എന്തുവായിക്കോട്ടെ, അനുഗ്രഹം മാത്രമല്ല, ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിൽ പോയാലും ദൈവത്തെ കാണേണ്ടതുപോലെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു? 3 കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. വിശുദ്ധീകരണമില്ലാതെ കഷ്ടത അനുഭവിക്കാൻ ദൈവം നമ്മെ തിരഞ്ഞെടുക്കും. ആ അനുഭവങ്ങളിൽ യോബിന്റെ ജീവിതത്തിന് അനുഭവം എന്തായിരുന്നു? ഒന്ന്, ആഴമേറിയ വിശ്വാസമുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് എന്താ കണ്ടത്? ദൈവമാണ് എല്ലാത്തിന്റെയും കൂടെ. മൂന്നാമതായിട്ട് എന്താണ്? കഷ്ടതയിലും പാടുവാനായിട്ട് ആർക്ക് സാധിച്ചു? യോബിന് സാധിച്ചു. വീണ്ടും നമ്മൾ കണ്ടു, രണ്ടാമതായിട്ട് ഈ സാക്ഷ്യത്തിന്റെ പിന്നിലെ ചരിത്രം എന്ന് പറയുന്നത് കഷ്ടപ്പാടുകൾക്കിടയിൽ വിശ്വാസം തിരഞ്ഞെടുത്തത് കൊണ്ട് വേദനയ്ക്ക് ശമനം വരുന്നില്ല. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടതാണ് കഷ്ടപ്പാടുകളിൽ വിശ്വാസത്തെ തിരഞ്ഞെടുത്തത് കൊണ്ട് ചോദ്യങ്ങൾക്കും ശമനം വരുന്നില്ല. ഒരനുഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സെമിനാരിയിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഞാൻ പ്രാക്ടിക്കലി ചെയ്തത് ശ്രേയസിലെ, ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇതുപോലെ പറഞ്ഞു, ഏകദേശം ക്യാൻസർ പേഷ്യൻസ് ഒക്കെയുള്ള 250ഓളം ക്യാൻസർ പേഷ്യൻസ് ഒക്കെയുള്ള ഒരു സ്ഥാപനത്തിലാണ്. അവിടെ ഞങ്ങൾക്ക് ഈ സെമിനാരിലാകുമ്പോൾ ഞങ്ങൾ 3 ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. എന്നാൽ ചില കുഞ്ഞുങ്ങളൊക്കെ പഠനത്തിന് ശേഷം ഇടയ്ക്ക് സഹായിക്കുവാനായിട്ടൊക്കെ കടന്നു വരും. അങ്ങനെ കടന്നു വന്ന സമയത്ത് അതിൻ്റെ അടുത്ത് റോബി എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ എഞ്ചിനീയറിംഗ് ഒക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ മാർക്കോടെ പാസ്സായിട്ട് ട്രിവാൻഡ്രം UST ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയിൽ ജോലിയൊക്കെ ലഭിച്ചു. അതിന്റെ കോളിംഗ് ലെറ്റർ കിട്ടിയ സമയത്ത് ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നതാണ്. കാരണം ഞങ്ങൾ നിൽക്കുന്നത് എന്തിനാണ്? സെമിനാരിയിൽ പോകാനായിട്ട്. ഇദ്ദേഹം ഒന്നാണ് ആയുസിന്റെ ദശാംശം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് അവിടെ കടന്നു വന്നതാണ്. അപ്പോൾ പലപ്പോഴും ചില കാര്യങ്ങൾ ഞങ്ങൾ ചിലരെ കുളിപ്പിക്കാനൊക്കെ പോകണം. എനിക്ക് ഒരു പ്രയാസമാണ് ഇങ്ങനെ വൃത്തിഹീനമായിട്ടിരിക്കുന്ന ആളുകളെ കുളിപ്പിക്കുക എന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിന് ഒരു പ്രയാസമാണ്. അപ്പോൾ റോബിയാണ് പലപ്പോഴും എന്നെ സഹായിക്കുന്നത്. നീ ഇങ്ങോട്ട് വാ, ഞാൻ സഹായിക്കാം. ഞങ്ങൾ അവിടെ ഒരു മാനസിക രോഗിയായിട്ടുള്ള ആളുകളൊക്കെ തലമുടി വെട്ടാനൊക്കെ പോകും.
അപ്പൊ എനിക്ക് വലിയ പ്രയാസം ഗ്ലൗസ് ഒക്കെ ഇടാതെ വെട്ടാൻ, കാരണം നമുക്ക് ഇതൊക്കെ നമ്മുടെ ദൈവത്തെ പിടിച്ചാലും അപ്പോൾ റോമി അറിയാം ഒന്നും വേണ്ട, നീ വന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് പോകും. അപ്പൊ പലപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ഈ റോമിയാണ്. റോമി അങ്ങനെ യൂണിവേഴ്സിറ്റി ഗ്ലോബിൽ ജോലിക്ക് കയറി ശനിയും ഞായറും ഒക്കെ അവധി കിട്ടുമ്പോൾ ഇവിടെ വന്ന് എല്ലാവരെയും ശുശ്രൂഷിക്കും. 4 വർഷം 2-3 വർഷങ്ങൾക്ക് മുൻപ് ഒരു നൊയമ്പിന്റെ സമയത്ത് റോമി തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ അമ്മ ഞാൻ കടന്നു വരികയാണ്, അമ്മ നൊയമ്പായതുകൊണ്ട് എനിക്ക് വലിയ ആഹാരമൊന്നും വേണ്ട, സാധാരണ ഭക്ഷണം മാത്രം ക്രമീകരിച്ച് വെച്ചാൽ മതി. അങ്ങനെ റോമി വീട്ടിലേക്ക് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി യാത്ര ചെയ്ത് വരികയാണ്. അങ്ങനെ വരുമ്പോൾ 1000 എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ആക്സിഡന്റ് നടന്ന റോമി ഈ ലോകത്തിൽ നിന്ന് മാറ്റി. ആലോചിച്ചോണം, കിട്ടുന്ന പൈസ മൊത്തം ആ സ്ഥാപനത്തിന് കൊടുക്കുമായിരുന്നു, പോരാത്തതിന് എല്ലാവരെയും സഹായിക്കുക. ഞാൻ റോമിയെ എന്നെ പറ്റി കമ്പയർ ചെയ്തപ്പോൾ എന്നെക്കാളും ശുശ്രൂഷ ചെയ്യാൻ യോഗ്യനാരാണ്? ലോകത്ത് എന്ത് റോമിയില്ല. നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ എന്താ ഇവിടെ ജീവനോടെ ആയിരിക്കുമ്പോൾ ഇത് നമ്മളുടെ മിടുക്കോ നമ്മളുടെ കഴിവോ ഒന്നുമല്ല, ദൈവത്തിന്റെ ദാനം. റോമി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട നമ്മൾ മിടുക്കന്മാരായിട്ടല്ല നമ്മളിന്ന് ഇവിടെ ആ ഒരു വലിയ അനുഭവം നമുക്ക് ഉണ്ടാകുവാനായിട്ട് സാധിക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ദൈവത്തെ പാടി